ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും സ്മാപ്പി അല്ലേ? പാരൻസും ഗ്രാൻഡ് പാരൻസും സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ടോ? അതിനോടൊപ്പം വെള്ളവും കുടിക്കണേ. വീട്ടിലേക്ക് കളിക്കാൻ പറ്റാത്തതിന്റെ സങ്കടമായിരിക്കും അല്ലേ? ഒട്ടും വിഷമിക്കേണ്ട. കൊറോണയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവരും അടിച്ചു പൊളിച്ച് കളിക്കാം കേട്ടോ. കഴിഞ്ഞ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ വീഡിയോസ് കണ്ടോ? എല്ലാവരും എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങിയോ? കുറച്ചുപേരൊക്കെ ചെയ്തു എന്ന് പാരന്റ്സ് വിളിച്ച് പറഞ്ഞിരുന്നു. വളരെ സന്തോഷം. ഇനിയും തുടങ്ങാത്തവർ ഉടൻ തന്നെ ചെയ്തു തുടങ്ങുക. കാരണം ഈ കൊറോണ കാലത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ ചെയ്തു തുടങ്ങുക. അങ്ങനെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിച്ചാൽ ഈ COVID-19 പോലുള്ള വൈറസുകളൊന്നും നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയേ ഇല്ല. യെസ്, അങ്ങനെ നിങ്ങളുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ബുക്കാണ് ഇത്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ആക്ടിവിറ്റി ബുക്ക്. ഇതും പഠിക്കണമോർത്ത് സങ്കടത്തിലാണോ എല്ലാവരും? ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് കാര്യങ്ങൾ ഈസിയായി ഗെയിമുകളിലൂടെ മനസ്സിലാക്കി പോവാം. ഇതിൽ 5 ചാപ്റ്ററാണ് ഉള്ളത്. നിങ്ങൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഈ 6th സ്റ്റാൻഡേർഡിലും പഠിക്കുന്നത്. ഇതില് ഫസ്റ്റ് ചാപ്റ്ററാണ് മൈ ബോഡി. ഇത് കണ്ടോ നിങ്ങള്? ഈ പിക്ചർ കണ്ടോ നിങ്ങള്? ശബരി, ഈ പിക്ചറിൽ നിന്ന് നിനക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും നിന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ, ഓപ്പൺ അസംബ്ലിയിൽ. യെസ്, ഓപ്പൺ അസംബ്ലിയിൽ ടീച്ചർ എന്ത് ചെയ്യാണ്? അവരെ ലൈൻ നിർത്തുകയാണ്. എങ്ങനെയാണ് ലൈൻ നിൽക്കാറ്? നിങ്ങളെല്ലാവരും ഹൈറ്റ് വൈസിൽ അല്ലേ? ഏറ്റവും ഹൈറ്റ് കുറഞ്ഞവര് ഫ്രണ്ടിലും ഏറ്റവും ഹൈറ്റ് കൂടിയവര് ലൈനിന്റെ ഏറ്റവും ബാക്കില്. അതുപോലെ ടീച്ചർ അവരെ അസംബ്ലിക്ക് നിർത്തുന്നതാണ് ഈ പിക്ചർ. ഇത് കണ്ടോ? ഈ 2 പേരെ കണ്ടോ നിങ്ങള്? ഇത് ട്വിൻ സിസ്റ്റേഴ്സ് ആണ്, ജിൽനയും ഗിൽനയും. കഴിഞ്ഞ വർഷം അവര് 2 പേരും അടുത്താണ് നിന്നിരുന്നത്. ഈ വർഷം വന്നപ്പോഴോ അതില് ജിൽനയുടെ ബാക്കിലായി പോയി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ നിന്ന അസംബ്ലി ലൈനില് ദിൽഷാദേ, ഈ വർഷം സ്കൂളിലേക്ക് വരികയാണെങ്കിൽ നീ അതേ സ്ഥാനത്തായിരിക്കുമോ നിൽക്കുക? വ്യത്യാസം വന്നിട്ടുണ്ടാവും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹൈറ്റോ അല്ലെങ്കിൽ വെയിറ്റോ കൂടിയിട്ടുണ്ടാവാം. അത് മാത്രമല്ല, നമ്മുടെ ക്യാരക്ടറിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മുടെ ക്യാരക്ടറിലെ ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൽ വെച്ച് കുറച്ചും കൂടെ പക്വത വന്നിട്ടുണ്ടാവും ഈ വർഷം അല്ലെ ദിൽഷാദേ? പക്വതയായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരോട് പെരുമാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ്. ഓക്കെ, ഈ ഓപ്പൺ അസംബ്ലി കഴിഞ്ഞ് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്തത്. നമുക്ക് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് കുറച്ചും കൂടെ വിശദമായി നോക്കാം. ഓക്കെ, നമുക്ക് ഗ്രോത്ത് എന്താണെന്ന് നോക്കാം. എന്താണ് ഗ്രോത്ത്? വളർച്ച നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. കാരണം ഒരു വ്യക്തിയുടെ ഹൈറ്റ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവാം. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്രോത്ത് എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്തായിരിക്കും? ആഷ്ലിക്ക് പറയാൻ പറ്റുമോ ഡെവലപ്മെന്റ് എന്താണെന്ന്? യെസ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വികാസമാണ്. അതായത് നമ്മുടെ ബുദ്ധി വികാസം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ് ആണ്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന ആ ക്യാരക്ടർ അനുസരിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഗ്രോത്ത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ഡെവലപ്മെന്റ് അതുപോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ, അമ്മ, പൂർവികര്, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഗുണങ്ങള്, അതുകൂടാതെ ജീവിത സാഹചര്യം, നമ്മുടെ സമൂഹത്തോടുള്ള നമ്മുടെ പെരുമാറ്റം, കായിക പ്രവർത്തനങ്ങൾ, അതായത് എക്സസൈസ്, പിന്നെ പോഷകാഹാരവും എന്നീ വ്യത്യസ്ത ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജിൽനയുടെയും ഗിൽനയുടെയും കാര്യം. അവർ 2 പേരും ഒരേ ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്. എന്നിട്ടും ഒരാൾക്ക് ഹൈറ്റ് കൂടാൻ എന്താ കാരണം എന്നറിയാമോ? ആ ഹൈറ്റ് കൂടിയ ഗിൽന എന്നും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഗിൽനയ്ക്ക് ഹൈറ്റ് വെച്ചത്. ഇപ്പൊ മനസ്സിലായില്ലേ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം? നിങ്ങൾക്കറിയാമോ ജനനം മുതൽ മരണം വരെ വളരാത്ത നമ്മുടെ ശരീര ഭാഗം ഏതാണെന്ന്? സന ഒന്ന് പറഞ്ഞു നോക്കൂ, ഏതാണെന്ന്?
യെസ്, കൃഷ്ണമണി, കണ്ണിലെ കൃഷ്ണമണി അഥവാ ഐബോൾ. ഐബോളാണ് ജനനം മുതൽ മരണം വരെയും വളരാത്ത ശരീരഭാഗം. അങ്ങനെയാണെങ്കിൽ ജനനം മുതൽ മരണം വരെ വളരുന്നത് എന്താണെന്ന് അറിയാമോ? മുടിയും നഖവുമാണ് ജനനം മുതൽ മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ശരീരഭാഗം. അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചതല്ലേ. അതിന് ഉത്തമ ഉദാഹരണമാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് താരം അമേരിക്കയിലെ വിൽമ റുഡോൾഫ്. നമുക്കൊരു വീഡിയോ കണ്ടാലോ വിൽമയുടെ? കാണാം. With determination and perseverance, all obstacles can be overcome. The story we are going to tell is about a physically challenged girl who overcame all odds to become a champion. Wilma Rudolph was born in Tennessee, USA. She belonged to a poor family. When she was 4 years old, she had double pneumonia and scarlet fever. Both these deadly diseases left her paralyzed with polio. She had to wear a brace. But her mother never despaired. She encouraged her by all means. She told Wilma that with faith and determination, she could do anything she wanted. Wilma's one dream was to become the fastest runner on earth. At the age of 9, against the advice of doctors, she removed the brace and took the first step. At the age of 13, she took part in her first race and came last. Then she took part in many races and always came last. Wilma did not give up. Finally, a day came when she stood first. At the age of 15, she went to Tennessee State University, where she met a coach by the name of Ed Temple. I want to be the fastest woman on earth. With your kind of determination, nobody can stop you. I will help you in whatever way I can. The day came when she was one of the contestants at the Olympics. Wilma's main rival was Uta Hagen. Uta Hagen had never been beaten in a race. The first event was 100 meters race. Wilma beat Uta Hagen and won the gold medal. The second event was the 200 meters race. Wilma beat Uta Hagen the second time and won her second gold medal. The third event was the 400 meters relay, and this time also she was running against Uta. In the relay event, the fastest runner runs the last lap. The relay race started. The first 3 people ran and changed the baton easily. When Wilma's turn came, she dropped the baton. But when Wilma saw Uta running towards the finish line, she shot like a lightning bolt and beat Uta to win the 3rd gold medal. Thus, we see how Wilma never let her paralysis paralyze her will and became the fastest runner on earth. ഈ വീഡിയോ എല്ലാവരും കണ്ടതല്ലേ? അതില് വിൽമയ്ക്ക് പോളിയോ ബാധിച്ച് ഇടത് കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടർമാര് പറഞ്ഞു ഒരിക്കലും വിൽമ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ലെന്ന്. പക്ഷേ വിൽമയ്ക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയണ്ടേ? ലോകത്തിലെ തന്നെ നമ്പർ 1 സ്പ്രിന്റർ ആവണമെന്നാണ്. സ്പ്രിന്റർ എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ലേ? ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരി ആവണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ 8ാമത്തെ വയസ്സിൽ വിൽമ ബ്രേസിന്റെ സഹായത്തോടു കൂടി, ബ്രേസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? നടക്കാൻ പറ്റാത്തവർക്ക് നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ബ്രേസ്. അതിന്റെ സഹായത്തിൽ 8ാമത്തെ വയസ്സിൽ നടന്നു തുടങ്ങി. അതുകൂടാതെ 3 വർഷത്തിന് ശേഷം വിൽമ പ്രത്യേകമായി ഉണ്ടാക്കിയ ഷൂസ് ഉപയോഗിച്ച് ബാസ്കറ്റ് ബോൾ കളിച്ചു തുടങ്ങി. ഇത് കണ്ട ഒരു കോച്ച് വിൽമയെ ട്രാക്ക് ഇവന്റ്സിലേക്ക് ക്ഷണിച്ചു.
അതായത് ട്രാക്ക് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 100 മീറ്റർ, 200 മീറ്റർ അങ്ങനെ റണ്ണിങ് ഇല്ലേ, അതാണ് ട്രാക്ക് ഇവന്റ്സ്. അങ്ങനെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി 20ാമത്തെ വയസ്സിൽ വിൽമ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. 1960 റോമിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ 100 മീറ്ററിലും 200 മീറ്ററിലും 4x100 മീറ്ററിലും സ്വർണം നേടിക്കൊണ്ട് വിൽമ ചരിത്രം സൃഷ്ടിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് റെഗുലറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും മെന്റൽ പവറും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്നല്ലേ. ഇനി നമുക്കൊരു ഗെയിം ആയാലോ? നിങ്ങൾ ആരും ഇതുവരെ കളിക്കാത്തൊരു ഗെയിമാണ് കേട്ടോ. സോർ സ്പോട്ട് ടാഗ്. അതെന്താണെന്ന് നോക്കാം. അതായത് ഒരു സർക്കിൾ ഗ്രൂപ്പായിട്ടാണ് കളിക്കേണ്ടത്. ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ കളിച്ചാൽ മതി കേട്ടോ. സിസ്റ്റേഴ്സിനെയും കൂടെ കൂട്ടിക്കോളൂ. ബ്രദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പേരായിട്ട് കളിക്കും. നിങ്ങളുടെ മുറ്റത്ത്, അതായത് വീടിന് മുറ്റത്ത് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ഇത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കളിക്കുന്നതെന്ന്. അതായത് ഒരു സർക്കിൾ, ചെറിയൊരു സർക്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ബൗണ്ടറി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതില് ഒരാൾ ക്യാച്ചറും ആവാം, ബാക്കിയുള്ളവരെല്ലാവരും റണ്ണേഴ്സുമാണ്. ആ ക്യാച്ചർ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാളെ ക്യാച്ച് ചെയ്യണം. ആ ക്യാച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ വെച്ച് പറയാം. ശബരിയാണ് ഓടിപ്പിക്കുന്നത് വെക്കാം, ക്യാച്ചർ എന്ന് വെക്കാം. ദിൽഷാദിനെ ടച്ച് ചെയ്തു ശബരി. അപ്പൊ ദിൽഷാദിന്റെ ഷോൾഡറിലാണ് ശബരിയെ ടച്ച് ചെയ്തതെന്ന് വിചാരിക്കാം. ഈ ദിൽഷാദ് എന്ത് ചെയ്യണം? ഈ അവന്റെ ഒരു കൈ ടച്ച് ചെയ്ത ഭാഗത്ത്, ശബരി ടച്ച് ചെയ്ത ഭാഗത്ത് കൈ വെച്ചുകൊണ്ട് വേണം അടുത്ത ആളെ ടച്ച് ചെയ്യാൻ പോകാൻ. എങ്ങനെ ഉണ്ടാവും ഈ ഗെയിം? ഒന്ന് കളിച്ചു നോക്കൂ നിങ്ങൾ എല്ലാവരും വീട്ടില്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? നമുക്ക് എല്ലാ ശരീര അവയവങ്ങൾ ഉണ്ടായിട്ട് തന്നെ കഷ്ടപ്പാടാണ് ഓരോരുത്തരെ ടച്ച് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ നമുക്ക് ഈ ഒരു കൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് വേണം അടുത്ത ആളെ ക്യാച്ച് ചെയ്യാൻ. ഇനിയിപ്പോ തലയിലാണ് തൊട്ടെന്നിരിക്കട്ടെ, തല എന്ത് ചെയ്യണം? ഒരു കൈ തലയിൽ വെച്ച് വേണം അടുത്ത ആളെ ടച്ച് ചെയ്യാൻ പോവാൻ, അല്ലേ? ഭയങ്കര രസമായിരിക്കും. വീട്ടിലൊന്ന് കളിച്ചു നോക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ശരീരാവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചലിപ്പിക്കാൻ പറ്റാതിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം പോസ്ചറൽ ആൻഡ് പോസ്ചറൽ ഡീഫോമിറ്റീസ്. പോസ്ചറൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ശരീരാവയവങ്ങൾ യഥാസ്ഥാനത്ത് ചലിപ്പിക്കാൻ കഴിയുന്നതിനെയാണ് പോസ്ചറൽ എന്ന് പറയാം. പോസ്ചറൽ ഡീഫോമിറ്റീസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരഭാഗങ്ങൾ യഥാസ്ഥാനത്ത് ചലിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ് പോസ്ചറൽ ഡീഫോമിറ്റീസ്. ഇത് ചില സമയത്ത് നമുക്ക് നമ്മുടെ ഹെറിഡിറ്റി, അതായത് പാരമ്പര്യമായിട്ട് കിട്ടാം, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം, അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ ഉണ്ടാവുന്നതുമാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാവുന്ന പോസ്ചറൽ ഡീഫോമിറ്റീസിനെ കുറിച്ച് നോക്കാം. അതിലൊന്നാണ് കൈഫോസിസ്. അതായത് മുതുക് മുൻവശത്തേക്ക് കുനിഞ്ഞിരിക്കുന്നതിനെയാണ് ഈ കൈഫോസിസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ബോയ്സ് ഒക്കെ ഹൈറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വളഞ്ഞു നടക്കുന്നത്. അത് അങ്ങനെയുള്ളവരെയാണ് കൈഫോസിസ് എന്ന് പറയുക. ഇനി ചില ഗേൾസും അതുപോലെ തന്നെയാണ്. ഹൈറ്റ് കൂടുതലാണ്, അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർ കുറച്ച് ഹൈറ്റ് കൂടുതലാണെങ്കിൽ വളഞ്ഞാണ് നടക്കുന്നത്. അങ്ങനെയുള്ളവരാണ് കൈഫോസിസ്. നമ്മുടെ ബാഗിന്റെ വെയിറ്റ് കൂടിയാലും ചില കുട്ടികൾ അങ്ങനെ ആവാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസിന്റെ വീഡിയോസ് കാണാം. हमारा जो फर्स्ट एक्सरसाइज है वो वॉल सिट जैसा ही है. तो लेग्स को वॉल से 6 इंच की दूरी पर रखिए एंड नीज को बेंड रखिए और अपने पेट को अंदर टक इन करके रखिए, जिससे वॉल और पीठ के बीच में गैप नहीं होना चाहिए, जैसे हाथ स्लाइड नहीं होना चाहिए आपका. एंड देन हैंड्स को हम वॉल पे ऐसे टिका देंगे एंड अपने चिन को दबा के रखेंगे. तो प्रॉपर आपके जो शोल्डर ब्लेड्स हैं एंड जो पेट है वो पूरे टक इन होने चाहिए और साथ में आपके हैंड्स भी टक इन होने चाहिए, ऐसे लूज नहीं होने चाहिए, पूरे 90 डिग्री एंगल पर होने चाहिए. और कोशिश कीजिए आप अपने हाथ को पूरा स्लाइड करके वॉल से ऊपर एंड नीचे करने का. इससे आपके शोल्डर ब्लेड्स एंड स्पाइन के बीच में बहुत अच्छा स्क्वीज होगा. बहुत इफेक्टिव है ये वर्कआउट. ऐसे आप ऐसे लूज मत कीजिएगा, क्योंकि पेन होता है तो हम लूज कर देते हैं. तो हाल नहीं छोड़ना, इसको एटलीस्ट 60 सेकेंड्स तक करते जाना है. नेक्स्ट वर्कआउट पे चलेंगे हम लोग, जिसके लिए हम एक मैट चाहिए हमको. इसमें हम ले डाउन हो जाएंगे एंड अपना फोरहेड जो है उसको हम मैट पे ऐसे टका देंगे एंड हैंड्स को पीछे ले जाएंगे और अपने पाम को ज़मीन की तरफ फेस करके रखेंगे और थोड़ा गैप रखिएगा. एंड अब पाम अपने हैंड्स को ऊपर की तरफ पुश करेंगे. यस, पुश कीजिए. इसमें भी आपका शोल्डर ब्लेड्स और स्पाइन के बीच में अच्छा स्क्वीज होगा इसमें बहुत. तो जो कि हम अभी सौरभ को देखेंगे, वो हमको दिखाएंगे कैसे
हमारे मसल्स इसमें एक्टिवेट हो रहे हैं। कौन कौन से मसल्स इसमें एक्टिवेट हो रहे हैं आप उसका वीडियो से आप देख पा रहे हो। तो कोशिश कीजिए पूरे हैंड्स को पुश करने का ऊपर की तरफ, जिससे आपका ये मसल स्क्वीज हो। आप देखिए सौरभ का वीडियो, इसमें पूरा स्क्वीज करना है। इसको भी एटलीस्ट 60 सेकेंड्स तक कीजिए। नेक्स्ट वर्कआउट भी हमारा ऐसे ही ले डाउन पोस्चर में रहेगा, बस हम अपने हैंड्स को 90 डिग्री एंगल पे रखेंगे एल्बो को, और सेम वे में ऊपर की तरफ पुश करेंगे। तो जैसे ऊपर की तरफ हम जाएंगे ना, तो एल्बो को थोड़ा बैक की तरफ पुल करेंगे। आप इधर सौरभ का वीडियो देख पा रहे हो, उसमें जो मसल्स है पूरे एक्टिवेट हो रहे हैं। एंड ये हमारा डेल्टॉइड को भी एक्टिवेट करता है। स्पाइन के बीच में जो एक छोटा सा मसल होता है वो एक्टिवेट हो जाता है, जो हमको सीधा रहने में हेल्प करता है। तो इसको भी हम 60 सेकेंड्स तक करेंगे एटलीस्ट। तो नेक्स्ट वर्कआउट में चलते हैं। इसमें भी हम सेम ले डाउन पोजीशन में रहेंगे, बस हम सुपरमैन के पोजीशन में आ जाएंगे। एंड हाथ को ऐसे पीछे लेंगे, सामने लेंगे, देन हाथ को ऐसे पीछे की तरफ स्क्वीज करेंगे। इन सारे एक्सरसाइज का हमारा मेन एम है कि हमको अपने शोल्डर ब्लेड्स एंड स्पाइन को उसमें स्क्वीज करना है पूरा, जिससे जो छोटा सा मसल है वो पूरा एक्टिवेट हो जाएगा एंड हमको प्रॉपर पोस्चर मिलेगा इससे। इसको भी 60 सेकेंड्स तक करते रहिए दोस्तों, और इसमें हेड को और चेस्ट को ऊपर रखिएगा थोड़ा। आप देख पा रहे हो, इसमें बहुत इफेक्टिव है दोस्तों। इसको प्लीज जरूर से करना, ये 3 एक्सरसाइजेस बहुत अच्छे हैं ये। चलिए चलते हैं नेक्स्ट वर्कआउट में। इसमें हमको चाहिए रेजिस्टेंस बैंड। अगर हमारा रेजिस्टेंस बैंड वाला वर्कआउट आपने नहीं देखा है तो ऊपर इन्फो कार्ड में क्लिक कीजिए। इसमें भी हम सेम रेजिस्टेंस बैंड को पूरा पुल करेंगे और एल्बो को पूरा पीछे लेकर जाएंगे। एल्बो पे ज़्यादा गैप मत रखिए, उसको अपने बॉडी से सटा के रखिए और पीछे स्क्वीज कीजिए। अपने बॉडी को स्ट्रेट रखिए इसमें, और जैसे आप पुल कर रहे हो तो उधर होल्ड कीजिए 1 2 3 करके, देन रिलीज। वन टू थ्री, होल्ड इट एंड रिलीज। यस, इसको भी 60 सेकेंड्स तक कीजिए और अपने बॉडी पोस्चर का पूरा ध्यान रखिए, आपको बेंड नहीं होना है इसमें। यस, पूरा पुल कीजिए 1 2 3, होल्ड एंड रिलीज। यस, नेक्स्ट वर्कआउट हमारा, इसमें हमको एक टॉवल चाहिए और कुछ नहीं, आपके घर पे ही होगा। एकदम उसको स्ट्रेट पकड़िए, टाइट पकड़िए और पीछे की तरफ ले जाइए, शोल्डर की तरफ, एंड ऊपर जैसे ही आप जा रहे हो तो हैंड्स आपके स्ट्रेट होने चाहिए। और कोशिश कीजिए, आप फील कर पाएंगे कि ना आपका शोल्डर ब्लेड्स एंड स्पाइन के बीच में पूरा स्क्वीज हो रहा है, आप उसको फील कर पा रहे हो। यस, इसको भी 60 सेकेंड्स तक पूरा कंटिन्यूअसली कीजिएगा। या आप जब कभी भी घर पे बैठे हो, आपको महसूस हो रहा है कुछ करना है, देन कीजिए इसको। अब हम चलते हैं एडिशनल टिप्स पे, हमारे डेली हैबिट्स जो कि आप आराम से कहीं पास भी कर सकते हो, घर पे, ऑफिस पे, कहीं भी कर सकते हो। तो ये हम शोल्डर बॉल्स को अपना रोटेट कर रहे हैं। ये एक प्रकार का स्ट्रेचिंग भी बोल सकते हो, कि हम ऑफिस में बैठे रहते हैं, घर पे बैठे रहते हैं, हम स्लाउच हो जाते हैं, तो ये बहुत अच्छा वे है काउंटर उसको करने का। शोल्डर ब्लेड्स को पूरा रोल कीजिए। एंड दूसरा हम कर सकते हैं ये वॉल पुश। इसमें एक हैंड को से हम अपने बॉडी को पुश कर सकते हैं, आपको पता ही होगा। ये बहुत लोग जिम पे भी करते हैं, ये बहुत अच्छा स्ट्रेचिंग वर्कआउट भी होता है एंड चेस्ट पे भी बहुत अच्छा इफेक्ट आता है इसमें। വീഡിയോ കണ്ടില്ലേ? നിങ്ങളുടെ പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ എക്സസൈസ് പറഞ്ഞു കൊടുക്കുക. അടുത്തതാണ് ലോഡോസിസ്, അതായത് നട്ടെല്ല് വളഞ്ഞ് വയറിൻ്റെ ഭാഗം മുൻപോട്ട് തള്ളി നിൽക്കുന്നത്, അതാണ് ലോഡോസിസ്. ഇനി ഇങ്ങനെയുള്ളവർക്കുള്ള എക്സസൈസും ഉണ്ട്. ഇതും സ്ട്രെയിറ്റ് ആക്കാൻ പറ്റിയ എക്സസൈസ് ഉണ്ട്, അത് നോക്കാം.
അടുത്തതാണ് സ്കോളിയോസിസ്. അതായത് നമ്മുടെ നട്ടെല്ല് ഒരു വശത്തേക്ക് ചരിയുമ്പോൾ അതിൻ്റെ എതിർവശത്തുള്ള ഷോൾഡർ ഒരു വശത്തേക്ക് ചരിയുക. അതായത് ഇങ്ങനെയുള്ളതിനെയാണ് സ്കോളിയോസിസ് എന്ന് പറയാം. അതിനും പറ്റിയ എക്സസൈസുകളുണ്ട്, നമുക്കതൊന്ന് കാണാം. So the first one is just going to be a stretch where you're going to take one arm and bring it up over your head and then take the other one and kind of push it down this way. So you're just going to stretch over this way and you should feel a nice stretch through here. So since this is a full stretch, you're going to hold it for 30 seconds. You're going to do it 3 times, but I would say go ahead and then switch and stretch the other side as well. So I like to alternate back and forth just to give the other side a break. If you've got like an S curve or a C curve, you might want to just stretch the side that's tight, but you're going to have to ask your doctor or physical therapist. I can't tell you without being able to evaluate you. So 30-second stretch on each side and then 3 times each. So then the next one is going to be kind of a stretch / exercise together just to kind of get that whole spine moving. So you're going to start with your arms up, and then as you bring your arms down, you're going to rotate to one side. So as I come down, I'm going to rotate and then come back up, bring my arms up, and then rotate and come down to the other side. So this is really just kind of stretching that spine out, getting some movement in there, getting those tight muscles loosened up a little bit. So I would probably just start off with 5 on each side, total of 10, doing these a couple of times a day and then working up from there. So then the next one in the chair is just going to be a chair roll down. So this is just really going to stretch your back into flexion, and it's a really nice stretch. I usually kind of open up my feet a little bit so I can get my hands down in between, but all you're doing is just kind of curling your back down into a stretch. If you watch some of my other videos, I always talk about keeping the back not curved, but for this one you want to get that stretch with that curve. So really kind of roll down and just hold that stretch for about 10 to 15 seconds and then roll or curl nice and slow back up. So the next one is going to be a cat dog, or some people call it cat cow. But all you're going to do is come up, arching your back and tucking your chin in. That's going to be the cat part. And for this, maybe just like a 5 to 10 second stretch. And then you're going to drop it down into the dog, where you're dropping your back and then bringing your head up. So then it's almost like a saddle back. So then again, just a 5-10 second hold and then come back up. And so you can alternate back and forth 3 to 5 times. So really just get a nice stretch in the back. It shouldn't be painful. It should be maybe some uncomfortable stretching, but there shouldn't be any pain. So then the next one, I just call it dog wagging the tail. It might have a technical term, but that's the one I use. And so with this one, it's a little bit harder because you really need to kind of work your hips a little bit. So it's almost like when a dog is happy to see you and they're just wagging their tail and their butts kind of go with it. And so you're going to bring your hip over, almost like you're just trying to look to make sure you don't have anything on your pants. And so you're going to stretch this way, 2 to 3 second pause. It doesn't have to be a lot of pause. And then you're just going to switch back the other way. So you're just kind of twisting that body almost into a C as you come in. Little pause, and then coming back that way into a stretch. So again, just that 2 to 3 second hold. Maybe this one, do about 5 on each side, just to kind of really get everything stretched in there. So then the next one is just going to be a prayer stretch, or the child's pose. Again, if you have some trouble with your knees, you might not be able to sit quite like this, but you're just going to bring your arms out in front of you. So you can either do it this way, start with your arms out in front of you, and then kind of bring your bottom back to your heels. So if you can only come to here, that's okay. Or if you have good flexibility in your hips and your knees, you can start this way and then push out into the stretch here. So this one is just a really nice way to relax. I like to hold this one for a good 30-second stretch. Nice, and just let your whole body relax. So it's kind of stretching out your hips, your knees, your back, and your shoulders. You should feel it everywhere in there. And then come back up, doing that 30-second hold 3 times each. Then you can also take that prayer stretch and go to each side, so kind of going at an angle now. So instead of coming straight down, this time maybe I'm going to start here on this side and then come back. And then so that's going to get a nice stretch
on that outer arm there. So the other side away from the camera is getting the stretch. So again, holding that for 30 seconds, then you can come up. So you can start up, or you can just then slide over like that. And I should feel a nice stretch over through here. So if you've got that scoliosis and that tightness on that side, this is a great stretch just to kind of work everything out, and it feels really, really, really good. So then the next one, you're just going to kind of roll over, put your feet all the way out in front of you. We call this long sitting in therapy. And so this is another one where if you've seen me show you a hamstring stretch, I usually say keep your back straight and bend forward to stretch your hamstrings. This is different. This is you are wanting to get that back stretch. So you're just going to kind of curl down. This is kind of like when you were in the chair that we did earlier, but now you just want to roll everything out. So I'm just going to kind of almost slump down and roll. You can touch your toes if you can. If you can't get quite that far, that's okay. But this time I do want to curl my back because I'm not stretching the hamstrings, I'm stretching out my back. And so again, just kind of holding that stretch for about 30 seconds and then slowly curling back up and doing that 3 times. So then we're going to go into, this is really a QL or quadratus laborum stretch, the QL stretch. This one's a little bit intense, so if you have a lot of tightness in there, this one might be one you want to work up to and not try right away. But you're just going to kind of lie on your side and get as much of a straight line as you can. And the goal for this one is you want to keep your hips down, and then you're going to push your upper body up like this. So I'm keeping those hips down, and I'm getting a stretch right in through here. So same kind of thing, the higher up I go, the more of a stretch I get. So you might be getting a stretch even if you're just right here coming up, but keeping those hips down. So it's not a side plank, this is a stretch. And if you want that big stretch, come on up that way and you'll get that nice stretch through there. So again, if you've got a specific curve one way or the other, you might want to just do that one side or the other that's the tightest. എല്ലാവരും വീഡിയോ കണ്ടില്ലേ? എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നറിയോ? നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും പ്രോപ്പർ അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനും, അതായത് നട്ടെല്ല് നിവർത്തിയിരിക്കാനും, നടക്കുമ്പോൾ നിവർന്ന് നടക്കാനും, നിൽക്കുമ്പോൾ 2 കാലും തറയിൽ ഉറപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും പറയുന്നത്. ഇനി ശരിയായി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതായത് 2 കാലുകളും തറയിൽ ഷോൾഡർ ലെവലിൽ ഉറപ്പിച്ച് നിൽക്കുക, 2 കൈകളും ശരീരത്തോട് ചേർത്ത് നിൽക്കുക, തല ഉയർത്തി നെഞ്ച് വിരിച്ച് സ്റ്റഡിയായി നിൽക്കണം. അതാണ് ശരിയായി നിൽക്കുന്നതിൻ്റെ പൊസിഷൻ. ഇനി ശരിയായി ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ബെഞ്ചിലാണെങ്കിലും ചെയറിലാണെങ്കിലും ഇരിക്കുമ്പോൾ അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയി 90 ഡിഗ്രിയിൽ വേണം ഇരിക്കാൻ. ഇനി ശരിയായി നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നടക്കുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ തറയിൽ ഊന്നി വേണം നടക്കാൻ. ഇനി ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ചെരുപ്പൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെരുപ്പും ഷൂ ഒക്കെ ചിലരുടെയൊക്കെ ഒരു സൈഡായിരിക്കും തേഞ്ഞു പോയിട്ടുണ്ടാവുക അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയോ? പ്രോപ്പറായി നടക്കാത്തത് കൊണ്ടാണ്. പ്രോപ്പറായി നടക്കുന്നവരുടെ ആണെങ്കിൽ ഒരുപോലെ ആയിരിക്കും തേഞ്ഞിട്ടുണ്ടാവുക, ഒരേപോലെ. ചിലരുടെ ഹീലായിരിക്കും തേഞ്ഞിരിക്കുക. ചിലർ നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡ്രാഗ് ചെയ്തിട്ടാണ് നടക്കാറ് അല്ലേ? അവരുടെ ഹീലായിരിക്കും ആദ്യം തേയുന്നത്. ചെരുപ്പിൻ്റെയോ ഷൂവിൻ്റെയോ ഹീലായിരിക്കും ആദ്യം തേയുക. പിന്നെ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫിംഗേഴ്സ് ഉറപ്പിച്ച് പിടിപ്പിച്ചിട്ടായിരിക്കും നടക്കുന്നത്. അവിടെയൊക്കെ ഓരോ വട്ടം വട്ടം വരും ചെരുപ്പുകളിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയൊന്നും അല്ല നടക്കേണ്ടത്. പ്രോപ്പറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ നിൽക്കണമെന്നൊക്കെ? അപ്പോൾ ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും, കൂടാതെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യും, ഗുഡ് പോസ്ചർ ഉണ്ടാവും, പോസ്ചറൽ ഡീഫോമിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് എല്ലാവരും ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇനി അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.